ഇത് ഇപ്പോഴത്തെ വീഡിയോ അല്ല കേട്ടോ, കുറച്ച് ദിവസത്തെ മുമ്പുള്ള വീഡിയോ ആണ്. ഇത് നമ്മുടെ കോവലിൽ ആദ്യമായിട്ട് കോവയ്ക്ക് ഉണ്ടായ ടൈമിലുള്ള വീഡിയോ ആണ് കേട്ടോ. ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് റജീത്തിയുടെ ഉമ്മയാണ്, റഹിമിലിൻ്റെ ഉമ്മയാണ് കേട്ടോ. അപ്പോൾ അവർ റജീത്തയും ഉമ്മയും പിള്ളേരും കൂടി വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഉമ്മ അത് ഹായ് ഒക്കെ തരുന്നുണ്ട് കേട്ടോ. ഉമ്മ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ഉമ്മയാണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ. ഉമ്മയുടെ കൂടി ഇരുന്നാൽ നമ്മൾ ചിരിച്ച് മടുക്കും കേട്ടോ. ഉമ്മ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഉമ്മക്ക് ചിരിയൊന്നുമില്ല, ഉമ്മ സീരിയസ് ആയിട്ട് പറയുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ നമുക്ക് കേൾക്കും, ഉമ്മയുടെ വർത്തമാനം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും കേട്ടോ. ഉമ്മ അപ്പം മാങ്ങക്കറി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് മാങ്ങ അരിയുവാണ് കേട്ടോ. അപ്പോൾ അതിനകത്തുനിന്ന് ഒരു മാങ്ങ, പുളിയില്ലാത്തൊരു മാങ്ങ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങളത് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്, പിള്ളേരും ഒക്കെ അപ്പുറത്തുണ്ട്. അപ്പോൾ ആൾ തന്നെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് കയറിയതാണ് കേട്ടോ. അപ്പോൾ എന്നെക്കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. എല്ലാം എടുത്തു കൊടുത്താൽ മതി, ഉമ്മ ഇട്ടോളും, ഇളക്കുമൊക്കെ ചെയ്യണം കേട്ടോ നമ്മൾ. അപ്പോൾ ഉലുവയും പൊട്ടിച്ച് കടുകും പൊട്ടിച്ച് അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും കൂടി ഇട്ടു കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴേക്കും അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ മാങ്ങ നേരെ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. അതിനിടയ്ക്ക് ഓരോന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഉമ്മ. ഉമ്മയുടെ ഒരു വർത്തമാനം കേൾക്കുന്നൊരു വീഡിയോ ഞാൻ ഇട്ട് തരാം കേട്ടോ. നല്ല രസമാണ് കേൾക്കാനായിട്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മൂത്തിന് ശേഷം നമ്മുടെ മാങ്ങ അരിഞ്ഞ് മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക്. പിന്നെ കുറച്ച് വിനാഗിരിയും ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കിയതിന് ശേഷമാണ് കേട്ടോ വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്ര തന്നെ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് പഞ്ചസാരയും കൂടി തൂക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം വേറൊന്നുമല്ല, എരിവിൻ്റെ ആ ഒരു ഇതിൽ നിൽക്കാണ്ടിരിക്കാനാണ്. പഴുത്തിച്ചിരി ചെനച്ച് പഴുത്ത് മാങ്ങയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല കേട്ടോ, അതൊന്ന് ബാലൻസ് ചെയ്യും കേട്ടോ. പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്ത് എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ. അതുപോലെ തന്നെ ഉമ്മ ഇതിന് റെസ്റ്റ് എടുക്കാൻ പോവാണ്. ഉമ്മ മതിയിടി പെണ്ണേ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ഒന്നും കൂടി ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ വന്നത് കൊണ്ട് തന്നെ എല്ലാം നേരത്തെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ ഉണ്ടാക്കിയ മാങ്ങാക്കറിയും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കൂടി ഇരുന്നാൽ പിന്നെ സമയം പോണതേ അറിയത്തില്ല കേട്ടോ. വാപ്പുമ്മ എന്നാണ് കേട്ടോ ഇവരെല്ലാവരും വിളിക്കുന്നത്. അക്കുവൊക്കെ വിളിക്കുന്നത് വാപ്പുമ്മ എന്നായതുകൊണ്ട് തന്നെ ഇവരും അങ്ങനെ തന്നെയാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാവേ. വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.